ചെയ്യാൻ കേരളത്തിൽ പറ്റുന്നത്? കേരളത്തിൽ ഇത് തുടങ്ങി വെച്ചത് ചവറ വി.പി. നായർ എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ചവറ. ചവറ വി.പി. നായർ പ്രശസ്ത നാടകാചാര്യനായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൂത്ത മകളുടെ പേര് ഇട്ടിരുന്നത് ശ്രീ കലാ മനോരഞ്ജിനി. അതാണ് കലാരഞ്ജിനിയായിട്ട് മാറിയത്, സിനിമാ നടി കലാരഞ്ജിനി. കലാരഞ്ജനി. അവരുടെ അനിയത്തിയുടെ പേര് കൽപ്പന പ്രിയദർശിനി. പ്രിയദർശിനി എന്നുള്ള പേര് ഇന്ദിരാ പ്രിയദർശിനി, പ്രിയദർശിനി എന്നുള്ള പേര് ദോഷം ആണ്. അതാണ് സിനിമാ നടി കൽപ്പനയായിട്ട് മാറിയത്. പിന്നെ മൂന്നാമത്തെ കവിത എന്ന് പറയുന്ന കുട്ടി മുന്താണം മുടിച്ച് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ചെന്നൈയിൽ പോയി. ചെന്നൈയിലെ കൊറോമണ്ടൽ ഹോട്ടലിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സിനിമയിൽ ഉർവശിയായിട്ടാണ് അവർ അഭിനയിക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറായി നിൽക്കുന്ന സമയത്ത് ലൈറ്റ് ബോയ് വന്നിട്ട് അവരോട് പറഞ്ഞു, ഉർവശി റെഡിയായി എന്നുള്ള രീതിയിൽ ലൈറ്റ് ബോയ് വന്നിട്ട് പറഞ്ഞു. അപ്പോൾ എന്നാൽ ഈ ദേവി ഭക്തനായിട്ടുള്ള ഡയറക്ടറും അതിൻ്റെ പ്രൊഡ്യൂസറും കൂടി എന്നാൽ ഈ കുട്ടിക്ക് ഉർവശി എന്ന് പേര് മതി എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ ആക്കിയ ചെയ്തത്, ആ ഉർവശി എന്നുള്ള പേര്. അപ്പോൾ കവിത എന്നുള്ള പേര് ഉർവശിയായിട്ട് മാറി. പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര്, അതായത് കബീർ പ്രിൻസ് എന്ന് പറയുന്ന ഒരു ആളുണ്ടായിരുന്നു. അതിൽ ഒരാൾ മറ്റേ കബീർ പ്രിൻസ് എന്ന് പറയുന്ന പേര് അങ്ങനെ നിന്നു. പിന്നെ കമൽ റോയ് ആണ് സിൽക്ക് സ്മിതയുടെ കൂടെ ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് അദ്ദേഹം മരിച്ചുപോയി എന്നുള്ളതൊക്കെയാണ് കേട്ടത്. അപ്പോൾ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ പേരിൻ്റെ വിപ്ലവം തുടങ്ങി വെച്ചത് അദ്ദേഹം.